എപ്പിസോഡ് തുടക്കത്തിൽ ആസ്തയും നോയലും ഒരു വലിയ ചെടിയുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്നു. അതിപ്പോ അവരെ കൊല്ലുവടാന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആരോ അതിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള മാജിക് ആണല്ലോ, ആരായത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോയൽ. സോ തന്റെ 4 ലീവ്സ് ക്ലോവർ കയ്യിൽ പിടിച്ച് യൂനോ ആയിരുന്നു അത് ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ വില്യമിനെയാണ്. ഹേ ക്യാപ്റ്റൻ, ഒരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. പുതുതായി ക്രിയേറ്റ് ആയ ആ പവർഫുൾ ഡഞ്ചനിലോട്ട് പുതുതായിട്ട് വന്നവരെ എന്തിനാ അയക്കുന്നേ? അവരെ കൊണ്ട് അത് നേരിടാൻ സാധിക്കോ എന്നൊരാൾ ചോദിക്കുന്നു. അതെന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് വില്യം. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ അനുസരിക്കും എന്ന് അയാളും പറയുന്നു. സോ നിനക്ക് എന്നെ വിശ്വാസമുള്ളതുപോലെ ഞാൻ അവരെയും വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള മിഷൻസിന് പോയാൽ മാത്രമേ അവർ ഇനി ഒരുപാട് അധികം സ്ട്രോങ് ആവൂ എന്ന് പറഞ്ഞ് വില്യം അവിടെ നിന്ന് പോകുന്നു. അതെ, നീ ഇനിയും സ്ട്രോങ് ആവണം, ഒരുപാട് സ്ട്രോങ് ആവണം എന്ന് വില്യം യൂനോയെ പറ്റി മനസ്സിൽ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ യൂനോനെയാണ്. ആസ്തയുടെ അടുത്തോട്ട് അവൻ വരുവാണ്. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. യൂനോ മാത്രമല്ല അങ്ങോട്ട് വന്നിട്ടുള്ളത്, മിമോസയും ലൂണറ്റ്സും കൂടെ തന്നെയുണ്ട്. ഓ, ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ വഴിമാറ്റി നീ ഇങ്ങോട്ട് വന്നത്? നമുക്ക് തന്ന മിഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഈ ഡഞ്ചൻ മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. തന്ന സമയത്തിനുള്ളിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തോട്ട് പോകാൻ. സോ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇൻവോൾവ് ആവാൻ നമുക്കിപ്പോ സമയമില്ല എന്ന് പറയാണ് ലൂണറ്റ്സ്. ഇത് കേട്ട് ആസ്തയ്ക്ക് ദേഷ്യം വരുന്നു. ആരുടെ ഇവൻ കണ്ണടയൊക്കെ വെച്ച് ഇത്രയും റൂഡായിട്ട് സംസാരിക്കുന്നു? ഡേയ്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ പറ്റി അങ്ങനെ സംസാരിക്കും? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് അവനെ പിടിച്ചു പോക്കുന്നു. ഇതേ സമയമാണ് മിമോസ, ഹേയ് എന്തൊക്കെയുണ്ട് നോയല, സുഖമല്ലേ എന്ന് ഇവളോട് ചോദിക്കുന്നത്. ഹേയ്, നിങ്ങൾക്ക് നേരത്തെ അറിയോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ആ അറിയാം, പറഞ്ഞു വരുമ്പോ ഞാൻ നോയലയുടെ കസിനാണ്. ഇത് കേട്ട ആസ്ത അവളെ തന്നെ നോക്കുന്നു. ആ ശരി ശരി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനിപ്പോ ഗോൾഡൻ ടൗണിന്റെ ഒരു മെമ്പറാണ്. ഓ, നിന്നെ പോലൊരു ട്യൂബ് ലൈറ്റ് എങ്ങനെയാ അത്രയും വലിയ ഗാങ്ങിൽ ചെന്ന് ചേർന്നേ? നിന്നെ കൊണ്ട് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോയൽ അവളോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ മാജിക് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഇവരാണ് എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആ അതവിടെ നിൽക്കട്ടെ, നിന്റെ മാജിക് കൺട്രോൾ ചെയ്യാൻ നിന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് മിമോസ. പിന്നെ നന്നായിട്ട് എന്നെ കൊണ്ട് ഇപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദൈവമേ, ഏത് നേരത്താണവോ ഇവളുടെ മുമ്പിൽ വന്ന് പെടാൻ തോന്നിയത് എന്ന് നോയൽ മനസ്സിൽ ചിന്തിക്കുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്താണ് മാജിക് നൈറ്റ് സ്ക്വാഡിൽ ചേർന്നത്. പക്ഷെ ഞാൻ വന്നിട്ടുള്ള ഫസ്റ്റ് മിഷനിൽ തന്നെ വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ നിന്നും ഗോൾഡൻ സ്റ്റാർ ഞങ്ങൾ മേടിച്ചു എന്ന് മിമോസ് അവരോട് പറയുന്നു. എന്ത് കോയിൻസിഡൻസ് ആയത്, ഞങ്ങളും ഫസ്റ്റ് മിഷനിൽ തന്നെ വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ നിന്നും ഗോൾഡൻ സ്റ്റാർ മേടിച്ചു എന്ന് ആസ്ത അവരോട് പറയുന്നു. ഹേയ്, നീ എന്താ കള്ളം പറയുവാണോ? ബ്ലാക്ക് ബുള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മെമ്പേഴ്സിനെ കൊണ്ട് പോലും ഗോൾഡൻ സ്റ്റാർ ഇതുവരെ മേടിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ പുതുതായിട്ട് വന്ന നിങ്ങൾ എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് അവരെ കളിയാക്കുന്നു. ഇത് കണ്ട ആസ്തയ്ക്ക് ദേഷ്യം വരുവാണ്. ഞാൻ സത്യം പറഞ്ഞ് നിങ്ങളെ പോലെ കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ എന്ന് അവരോട് ചോദിക്കുന്നു. ഓ, അത്രക്ക് വലിയ കഴിവുള്ളവരാണോ? ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ രണ്ടിന്റെ അവസ്ഥ കാണാമായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അവനെ കളിയാക്കുവാണ് ലൂണറ്റ്സ്. അല്ല, നിങ്ങൾ 3 പേർ വരുന്നുണ്ടെന്നാണല്ലോ കേട്ടെ. ഒരാളെവിടെ പോയി? തുടക്കത്തിൽ തന്നെ പേടിച്ചോടിപ്പോയോ എന്ന് അവർ ഇവരോട് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ലെക്കിനെ കാണുന്നത്. അതെ, ഞാൻ അടുത്തെത്തി കഴിഞ്ഞു. ഓ, അങ്ങനെയാണോ? പുതുതായിട്ട് വന്ന മെമ്പേഴ്സിനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ട് അവൻ ഒറ്റയ്ക്ക് പോയെന്നോ? ആ, ഈ ബ്ലാക്ക് ബുൾസ് എപ്പോഴും അങ്ങനെ തന്നെയാ. ഈ മാജിക് നൈറ്റ് സ്ക്വാഡ്സിന് അവസാനം ഏറ്റവും കൂടുതൽ തലവേദനയായിട്ട് വരുന്നത് തന്നെ ഈ ബ്ലാക്ക് ബുൾസാ. നിങ്ങളിപ്പോ ഒരുപാട് നേരമായി ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. നിങ്ങളെക്കാൾ പെട്ടെന്ന് ഈ ഡഞ്ചൻ മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. മനസ്സിലായോ? മുടിയിൽ വൃത്തികിട്ട് കളറടിച്ച് ബോസേ എന്ന് ആസ്ത അവരെ വിളിക്കുന്നു. ഇത് കേട്ട് ടെൻഷനായ ലൂണറ്റ്സ് വീണ്ടും അവർ തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ടോപ്പ് മാജിക് നൈറ്റ് സ്ക്വാഡിനും നിങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മിമോസ, പണി തുടങ്ങ് എന്ന് പറയുവാണ് ലൂണറ്റ്സ്. സോ മിമോസ തന്റെ മാജിക് ഫ്ലവർ ഗ്രൈറ്റ് പോസ്റ്റ് എന്ന മാജിക് ഉപയോഗിച്ച് ആ ഡഞ്ചന്റെ മുഴുവനായിട്ടുള്ള ബ്ലൂ പ്രിന്റ് തന്നെ തയ്യാറാക്കുന്നു. പിന്നീട് യൂനോന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് അവർക്ക് പോകാനുള്ള ഒരു വണ്ടി തന്നെ അവർ തയ്യാറാക്കുന്നു. ഇതോ കണ്ട് ആസ്തയും നോവലും കിളി പോയിട്ട് നിൽക്കുവാണ്. അവരിത് എങ്ങനെയാ ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നേ എന്ന് ചിന്തിക്കുകയാണ് നോയൽ. നല്ല കാര്യം ചെയ്ത യൂനോ, നീ വേറെ ലെവലാ, നീ പൊളിക്കുമുത്തേ എന്ന് വിളിച്ചു പറയുവാണ് ആസ്ത. ശരി വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ ആസ്ത അവിടെ നിന്ന് ഓടുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ആദ്യം ഞാനായിരിക്കും വിസാർഡ് കിങ് ആവുമെന്ന് അവർ രണ്ടുപേരും പറഞ്ഞത് അവർ രണ്ടുപേരും ആലോചിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മുന്നോട്ട് പോകുന്ന ആസ്തയുടെ മുമ്പിലോട്ട് ഒരുപാട് മോൺസ്റ്റേഴ്സ് വരുന്നതാണ്. ഡേയ്, നമുക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. നമ്മുടെ കയ്യിൽ ഒരു മാപ്പ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാ ഇവിടെ മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുകയാണ് നോയൽ. അതൊക്കെ നമ്മൾ സെറ്റ് ആക്കും എന്ന് പറഞ്ഞ ആസ്ത ആ മോൺസ്റ്റേഴ്സിനെ ഒക്കെ ഇല്ലാതാക്കി മുന്നിലോട്ട് തന്നെ ഓടുന്നു. അപ്പോഴാണ് അവന്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആ പക്ഷി അവിടെ നിന്നും പറന്നു പോകുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള വഴി അത് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യൂനോയിനെയും മറ്റുള്ളവരെയാണ്. എന്താ അവന്റെ പേര് പറഞ്ഞേ? ആ, ആസ്ത. അവനെ കണ്ടിട്ട് ഒരു മണ്ടനാണെന്ന് തോന്നുന്നു. പക്ഷെ അവന്റെ അടുത്ത് നിന്നപ്പോ വലിയ രീതിയിലുള്ള മാജിക് പവർ ഒന്നും അവന്റെ അടുത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നിയില്ലല്ലോ. ആ ശരിയാ, അവന്റെ അടുത്ത് വലിയ രീതിയിലുള്ള മാജിക് പവർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറയാണ് മെമോസ. ഈ ബ്ലാക്ക് ബുൾ സ്ക്വാഡ് ലീഡർ എന്താണ് വിചാരിക്കുന്നത്? അവനെ പോലെയുള്ളവനൊക്കെ എന്തിനാ സ്ക്വാഡിൽ എടുത്തിരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. ഇത് കേട്ട് യൂനോ,
ആസ്ത ഒരുപാടധികം സ്ട്രോങ്ങാ, അവനെ ഇങ്ങനെ വില കുറച്ച് കാണല്ലേ എന്ന് അവരോട് പറയുന്നു. ഓ, ഇപ്പൊ അവൻ ജീവനോടെ പുറത്തോട്ട് വന്നാൽ തന്നെ വലിയ കാര്യമാ. പിന്നീട് നമ്മൾ കാണുന്നത് ഗോൾഡൻ ടൗണും ബ്ലാക്ക് ബുൾസും ആ ഡഞ്ചന്റെ അകത്തോട്ട് ഇറങ്ങിയെന്ന വാർത്ത പറയാൻ വേണ്ടി വിസാർഡ് കിങ്ങിന്റെ അടുത്തോട്ട് വരുന്ന ഒരാളെയാണ്. ഒരു പ്രശ്നമുണ്ട്, ആ ഡയമണ്ട് കണ്ടത്തിലുള്ള ഒരു ചെറിയ ടീമും അവരുടെ കൂടെ തന്നെ അതിനുള്ളിലോട്ട് പോയിട്ടുണ്ട്. എന്ത്, ഡയമണ്ട് കിണ്ടമോ? ആ ഏൻഷ്യൻ മാജിക് ഇരിക്കുന്ന ഡഞ്ചൻ അവരുടെ കൈ കിട്ടിയ അതോടെ തീർന്നു. എങ്ങനെയെങ്കിലും അവരെ തടഞ്ഞേ പറ്റൂ എന്ന് മറ്റൊരാൾ പറയുന്നു. ശരി, ആ ഡയമണ്ട് കിണ്ടത്തിന്റെ ഇപ്പോഴത്തെ ലീഡർ ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ് വിസാർഡ് കിങ്. സാർ, ലോട്ടസ് ഓഫ് ദ അബേസ് എന്ന ഒരുത്തനാണ് ഇപ്പൊ അതിന്റെ ലീഡർ. എന്ത്, ലോട്ടസോ? ആ, അവനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതെ, ബാറ്റിൽ ഫീൽഡിൽ വെച്ച് നമ്മൾ ഏറ്റുമുട്ടിയതാ എന്ന് മറ്റുള്ളവർ പറയുന്നു. ഓ, അവനോ? അവന്റെ കയ്യിൽ ഒരുപാടധികം മാജിക് പവർ ഉണ്ട്. ആള് ഭയങ്കര ടഫാണ് എന്ന് പറയുവാണ് വിസാർഡ് കിങ്. സാർ, ഇങ്ങനെ സംസാരിക്കാനുള്ള സമയമല്ല സാർ, എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ചെയ്തേ പറ്റൂ എന്ന് മാർക്സ് അവരോട് പറയുന്നു. ഹേയ്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനേക്കാൾ പവർഫുൾ ആണ് നമ്മുടെ പിള്ളേര് എന്ന് പറയുവാണ് വിസാർഡ് കിങ്. സോ അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഇതിനോടകം ലക്ക് അവരെ കണ്ടുപിടിച്ച് പണിയല്ല ആരംഭിച്ചിരുന്നു. ഹേയ്, നിങ്ങളൊക്കെ ഒരുപാട് വീക്ക് ആണല്ലോ എന്ന് പറഞ്ഞ് അവൻ ഒരുത്തനെ അടിച്ചിടുന്നു. ഇവരെ പോലെ തന്നെയാണോ നീയും എന്ന് ലക്ക് അവരുടെ ലീഡറിനോട് ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എപ്പോഴും വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്നത് അവസാനം വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്നിട്ടേ അവസാനിക്കൂ. സോ ഞാൻ വിചാരിച്ച പോലെയല്ല, ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആളുകളും ഇതിനകത്തുണ്ട്. എന്റെ താഴെയുള്ളവരെ നീ ഇത്ര പെട്ടെന്ന് എന്നെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ വളരെയധികം സ്ട്രോങ് ആണ്. അവരുമായിട്ട് നീ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈറ്റ് മാജിക് ആണ് നിന്റെ സ്പെഷ്യാലിറ്റി. അതിൽ പ്രാക്ടിക്കൽ പരമായിട്ട് ഒന്നും തന്നെ ഇല്ലെങ്കിലും നീ ഒരുപാടധികം പവർഫുൾ ആണ്. അത് മാത്രമല്ല, നിന്റെ വേഗത അത് ശരിക്കും വേറെ ലെവലാണ്. അതിനെല്ലാം പുറമെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിനക്കുണ്ടാവുന്ന സ്ട്രെങ്ത് ഉണ്ടല്ലോ, എന്റെ മോനെ, ഒരു നിമിഷം ഞാൻ തന്നെ പകച്ചുപോയി എന്ന് പറയുവാണ് ലോട്ടസ്. ശരി, നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ മാജിക് ഉള്ളത്, എങ്ങനെയാ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ലക്ക്. നീയും നിന്റെ കൂടെ വന്ന മറ്റുള്ളവരും ഇതിനകത്തിരിക്കുന്ന ട്രഷർ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്? അതെ, പക്ഷെ അതിനു മുൻപ് എനിക്ക് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. വാ, നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ലക്ക് അവനെ നേരെ ചാടുന്നു. പെട്ടെന്നാണ് ബ്ലാക്ക് കളറിൽ ഒരുപാട് സ്മോക്ക് അങ്ങോട്ട് വരുന്നത്. സോ ലോട്ടസ് അവന്റെ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ക്ലോവർ കിണ്ടത്തിലുള്ള മറ്റുള്ളവർക്കൊന്നും ഞങ്ങളുടെ ആളുകളെ ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓരോ ദിവസം കൂടുന്തോറും ക്ലോവർ കിണ്ടത്തെ കാർന്നു തിന്നുകൊണ്ട് ഇവരെ ഓരോരുത്തരെ ഇല്ലാതാക്കുമ്പോ തീർച്ചയായിട്ടും അവർക്ക് ഞങ്ങളോട് ദേഷ്യമായിരിക്കും. സോ ക്ലോവർ കിണ്ടത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കിണ്ടമാണ് ഡയമണ്ട് കിണ്ടം. ഒരു ചാൻസ് കിട്ടിയ ക്ലോവർ കിണ്ടം തട്ടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെയധികം കുറവാണ്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയോ, എനിക്ക് 3 പെൺകുട്ടികളാ, അവരെയൊക്കെ നോക്കണ്ടേ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. പെട്ടെന്ന് തന്നെ ലക്ക് അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ്. നിന്റെ ഈ കഥ കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല. പറ്റുമെങ്കിൽ എന്നെക്കാൾ സ്ട്രോങ് നീയാണെന്ന് നീ ഇവിടെ തെളിയിക്ക. ഓ ശരി, നമുക്കൊരു കൈ നോക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് ആസ്തനെയും നോവലിനെയാണ്. ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് ആ കിളി ഇപ്പൊ അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹേയ്, എന്തു പറ്റി? ഇതാണോ ശരിക്കുള്ള വഴി എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഹേയ് നീരോ, എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കിളിയെ എഴുന്നേപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് ആസ്ത. എന്ന മറ്റൊരു ഭാഗത്ത് ലക്കും ലോട്ടസും വളരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹേയ്, എന്റെ അറ്റാക്കിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് പകരമായിട്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വാ എന്ന് അവനെ നോക്കി വിളിക്കുവാണ് ലക്ക്. ഇത് കേട്ട് ലോട്ടസ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ ലക്ക് അതിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് എന്നെ ഒഴിഞ്ഞു മാറുവാണ്. ഓ, ഇപ്പഴാ എനിക്ക് മനസ്സിലായത്, നീ ബ്ലാക്ക് ബുള്ളിൽ ചേർന്നതല്ലേ? നിന്റെ ഒക്കെ ക്യാപ്റ്റൻ ഇല്ലേ, അവന്റെ കൂടെയും ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ നിന്നെ പോലെ തന്നെയാ, വളരെയധികം സ്പീഡാ എന്ന് ലോട്ടസ് അവനോട് പറയുന്നു. നിങ്ങൾക്ക് എന്റെ ക്യാപ്റ്റനെ അറിയോ എന്ന് ചോദിക്കുകയാണ് ലക്ക്. അവനെ ഒന്നും എന്റെ ലൈഫിൽ അങ്ങനെ മറക്കാൻ പറ്റില്ല. അവന്റെ കയ്യിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരുന്നു. പ്രായത്തിൽ എന്നേക്കാൾ ചെറുതാണെങ്കിലും അവനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഓ, അപ്പൊ ഫൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേടിയാണോ എന്ന് ചോദിക്കുകയാണ് ലക്ക്. പെട്ടെന്നാണ് അവന് തല കറങ്ങുന്നത് പോലെ തോന്നുന്നത്. ഓ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ലക്ക് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ഇപ്രാവശ്യം ലക്ക് വളരെയധികം സ്ലോ ആയിട്ടാണ് വരുന്നത്. എത്രത്തോളം താഴോട്ട് പോകുന്നോ അത്രത്തോളം നിന്നെ കൊണ്ട് ഉറങ്ങാൻ സാധിക്കും. എന്താ ഇവിടെ നടക്കുന്നേ? എന്ത് സ്പെല്ലാ ഇത്? പക്ഷേ എന്നൊരു സ്പെല്ലും അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെയുള്ള ഈ സ്മോക്ക് വളരെയധികം തിക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നീ അത് മനസ്സിലാക്കണ്ടേ. എന്റെ മാജിക് പവർ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു കുട്ടാ. സോ ലോട്ടസ് തന്റെ ഗാർഡൻ ഓഫ് ബ്ലണ്ടറിംഗ് എന്ന മാജിക് പവർ യൂസ് ചെയ്ത് ലക്കിനെ അവൻ ഒരുപാടധികം വീക്ക് ആക്കുന്നു. എന്റെ മാജിക് പവർ എന്താണെന്ന് നിനക്ക് അറിയാണ്ടിരിക്കാൻ വേണ്ടി എന്റെ കൂടെ വന്നവരുമായിട്ട് നീ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ സ്പെല്ല് യൂസ് ചെയ്തത്. അവരൊന്നും ഇതിൽ തോറ്റുപോയിട്ടില്ല. അവർ സാക്രിഫൈസ് ചെയ്തത് കൊണ്ടല്ലേ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചത്. സോ ടീം വർക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ലോട്ടസ് അവനോട് പറയുന്ന സമയത്താണ് ഐസിന് മുകളിലൂടെ നടന്നുകൊണ്ട് അങ്ങോട്ടൊരാൾ വരുന്നത്.
പിന്നീട് നമ്മൾ കാണുന്നത് യൂനോയെയും മറ്റുള്ളവരെയാണ്. അവരിപ്പോ ഒരു വലിയ ഡോറിനടുത്തോട്ട് വരുന്നു. നമ്മൾ കണ്ടുപിടിച്ചു, ഇതിനകത്താണ് നമ്മൾ തേടി വന്ന സാധനം ഉള്ളത് എന്ന് പറയാണ് മെമ്മോസ. സോ ബ്ലാക്ക് ബുൾസിനെ എത്ര നോക്കിയിട്ടും അവിടെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരെ കൊണ്ടൊരിക്കലും ഇങ്ങോട്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുവാണ് ലൂണറ്റ്സ്. അപ്പോഴാണ് അവരുടെ പുറകിലൂടെ ആരോ വരുന്നത്. പെട്ടെന്ന് തന്നെ മിമോസയെ ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യുന്നു. ഹേയ് മെമ്മോസ, നീ എന്താ ചെയ്തേ? ഇതൊരു ട്രാക്ക് മാജിക് ആണോ? അല്ല, തീർച്ചയായിട്ടും ഇതാരോ ക്രിയേറ്റ് ചെയ്തതാ എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് നോക്കുന്ന സമയത്താണ് ഒരാൾ അതിലൂടെ നടന്നു വരുന്നത്. എന്റെ വഴിയിൽ നിങ്ങൾ വരാൻ പാടില്ലായിരുന്നു എന്നയാൾ അവരോട് പറയുന്നു. ഇത് നോക്ക, ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ നിനക്ക്? ഫ്രണ്ട്ഷിപ്പ്. അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ശരി, നിന്റെ കൂടെ കളിക്കാൻ എനിക്ക് തീരെ സമയമില്ല, അതുകൊണ്ട് നീ ഇവിടെ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. വിജയിക്കണം, വിജയിക്കണം, എനിക്ക് വിജയിച്ചേ പറ്റൂ. ലക്ക്. ഒരു മിനിറ്റ് നിൽക്ക. ഒരുപാട് കാലം ട്രെയിനിങ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ടച്ച് അങ്ങ് വിട്ടുപോയി. ഇപ്പൊ വാ എന്ന് പറഞ്ഞ ലക്ക് വളരെ വേഗത്തിൽ അവന് നേരെ പോകുന്നു. വാടാ, എന്റെ പവർ എന്താണെന്ന് ശരിക്കും ഞാൻ നിനക്ക് കാണിച്ചു തരാം. കൊള്ളാവല്ലോ, ഞാൻ നിന്നെ അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ലായിരുന്നു.